രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ആശ്വാസ സന്ദേശവുമായി വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യത ഉറപ്പാക്കാനും സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനും ലക്ഷ്യമിട്ട് വൻ പരിഷ്കാരങ്ങൾക്കാണ് സർക്കാർ തുടക്കമിടുന്നത്. പ്രമുഖ സാങ്കേതിക വിദഗ്ധനും ഇൻഫോസിസ് സഹസ്ഥാപകനുമായ നന്ദൻ നിലേകനിയുടെ നേതൃത്വത്തിൽ ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായും പ്രധാനമന്ത്രി അറിയിച്ചു. हमारी परीक्षा पद्धति में सबसे ज्यादा अब टेक्नोलॉजी का उपयोग हो, इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन निलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है. जल्द से जल्द विश्वसनीयता को सुनिश्चित करने का काम इसके रिपोर्ट के आधार पर कर दिया जाएगा. വിദ്യാർത്ഥികളുടെ ഭാവിയും ആശങ്കകളും മുൻനിർത്തി നേരിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. പരീക്ഷാ സംവിധാനം പൂർണ്ണമായും കുറ്റമറ്റതും സുതാര്യവുമാക്കാൻ സാങ്കേതികവിദ്യ അധിഷ്ഠിതമായ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുന്നത്. IT രംഗത്തെ പ്രമുഖനും ഇൻഫോസിസ് സഹസ്ഥാപകനുമായ നന്ദൻ നിലേകാനിയുടെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള ഉന്നതാധികാര സമിതി പ്രവർത്തിക്കുക. സിസ്റ്റത്തിലെ അപാകതകൾ പരിഹരിക്കാൻ ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ പരീക്ഷ നടത്തിപ്പിൽ ഉൾപ്പെടുത്തും. ഇതിനൊപ്പം പരീക്ഷാ തട്ടിപ്പുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയകൾക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പുതിയ ബിൽ നാളെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കും. രാജ്യത്തെ യുവതലമുറയുടെ അധ്വാനത്തിന് അർഹിച്ച ഫലം ഉറപ്പാക്കുമെന്നും പരീക്ഷാ സംവിധാനത്തിലുള്ള വിശ്വാസ്യത വീണ്ടെടുക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകുന്നു. പ്രതിപക്ഷ വഞ്ചനകൾക്കും വ്യാജ പ്രചരണങ്ങൾക്കുമിടയിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും ഭാവി ക്രമീകരണങ്ങൾക്കും മുൻഗണന നൽകുന്ന ശക്തമായ നടപടിയുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. ജനം, ഡൽഹി.